MDMA കേസിൽ ടാൻസാനിയൻ പൗരൻ കുന്നംകുളത്ത് പിടിയിലായി. 26-കാരനായ അബ്ദുൾ ഹമദ് മഖാമയാണ് അറസ്റ്റിലായത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ പിടിയിലായ ഈ ടാൻസാനിയൻ പൗരൻ ഈ ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയാണോ? ഇയാളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ പിടികൂടിയിട്ടുണ്ട് അന്വേഷണ സംഘം? വിജയകുമാർ, ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ ലഹരിക്കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് ഇപ്പോൾ ഈ കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ഈ കുന്നംകുളം പോലീസ് ചൊവ്വന്നൂരിൽ നിന്ന് 67 ഗ്രാം MDMAയും അതുപോലെ തന്നെ 2 കിലോ ഹാഷിഷ് ഓയിലും പിടികൂടിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ലഹരി സംഘത്തിലെ പ്രധാന കണ്ണിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. ഇന്നലെ ബംഗളൂരു എയർപോർട്ട് വഴി രക്ഷപ്പെടാൻ ഈ പ്രതി ശ്രമിക്കുന്നതിനിടയിൽ ഈ കുന്നംകുളം പോലീസ് അവിടെ എത്തുകയും ഈ വിമാനത്താവളത്തിൽ നിന്നാണ് ഈ പ്രതിയെ അതിസാഹസികമായി പിടികൂടിയതെന്നുള്ളതാണ് പറയുന്നത്. ബംഗളൂരു ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നതിലെ പ്രധാന കണ്ണിയാണ് ഈ പിടിയിലായിരിക്കുന്ന ഈ ടാൻസാനിയൻ പൗരൻ. ഈ കുന്നംകുളത്തുള്ളവർക്കും ഈ ലഹരി കച്ചവടം നടത്തിയിരുന്നത് ഈ വ്യക്തിയായിരുന്നു. അങ്ങനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതി പിടിയിലായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഓഗസ്റ്റിൽ കുന്നംകുളത്ത് ചൊവ്വന്നൂരിൽ ലഹരി പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസിൽ ഇയാളെ 5-ാം പ്രതിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എവിടെയൊക്കെയാണ് ഇയാൾ ലഹരി കച്ചവടം നടത്തിയതെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നുള്ളതാണ് കുന്നംകുളം പോലീസ് അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ടാൻസാനിയൻ പൗരനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതും കുന്നംകുളം പോലീസിന്റെ പരിഗണനയിലാണ് നിലവിൽ. വിജയകുമാർ, 26-കാരനായ ടാൻസാനിയൻ പൗരൻ അബ്ദുൾ ഹമദ് മഖാമയാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇയാളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കും ചോദ്യം ചെയ്യുമ്പോഴെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.